ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയ പ്രദേശത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത് മൂലം ഏറെ ആശങ്കയിലാണ് ഒറ്റപ്പാലം അനങ്ങനടി പഞ്ചായത്തിലെ പാവുക്കോണം നിവാസികൾ. ജനവാസ മേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ക്വാറി മൂലം മറ്റൊരു ചൂരൽമല ആവർത്തിക്കുമോ എന്നതാണ് ഇവിടത്തുകാരുടെ വലിയ ആശങ്ക. 2018 പ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായി നാശനഷ്ടം വിതച്ച പരിസ്ഥിതി ലോല മേഖലയിലാണ് ജനജീവിതത്തിന് ഭീഷണിയായി പാവുക്കോണത്ത് ഇങ്ങനെയൊരു കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത്. നിത്യേന ടൺ കണക്കിന് കരിങ്കല്ലാണ് ഇവിടെ നിന്നും ടോറസുകളിൽ കയറ്റി പോകുന്നത്. മഴ കനക്കുമ്പോൾ ക്വാറിയോട് ചേർന്ന വീടുള്ളവർക്കെല്ലാം വലിയ ഭീതിയാണ്. ക്വാറിക്കുള്ളിൽ കൂട്ടിയിട്ടിട്ടുള്ള മണ്ണും കല്ലുമെല്ലാം ഉരുളെടുക്കുമോ എന്ന ആശങ്കയാണ് ഇവരുടെ കൺമുന്നിലുള്ളത്. ഉഗ്രസ്ഫോടനത്തോടെ ക്വാറിയിൽ നടത്തുന്ന ഖനനം സമീപത്ത് നിരവധി വീടുകൾക്കാണ് ആഘാതമേൽപ്പിച്ചത്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി ജനരോഷം കടുത്തപ്പോൾ ക്വാറിക്ക് ഒരു തവണ അനങ്ങനടി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ലാൻഡ് ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നുള്ള അനുമതി ക്വാറിക്ക് അനുകൂലമായിരുന്നു. ഒരു തവണ ഉരുളെടുത്ത ഈ പ്രദേശത്ത് എങ്ങനെ ക്വാറിക്ക് അനുമതി ലഭിച്ചു എന്നതാണ് പ്രദേശവാസികൾ ചോദ്യമുയർത്തുന്നത്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് ടെക് ക്വാറിക്ക് സമീപമാണ്. അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് ഈ പ്രദേശം. 2 ഉരുൾപൊട്ടലുകളാണ് ഈ പ്രദേശത്ത് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 200 മീറ്ററിന് അപ്പുറത്താണ് തുറവങ്ങുന്ന പ്രദേശത്ത് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായത്. ഇവിടെ നിന്ന് 150-160 മീറ്ററിൻ്റെ ഉള്ളിലാണ്, ഇതിൻ്റെ തൊട്ട് മുകളിലാണ് മറ്റൊരു ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. വലിയൊരു ഭീതി ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വ്യത്യാസമല്ലാതെ നിരന്തരമായി ഇതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ുള്ള ഖനനമാണ് നടക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് മര്യാദക്ക് ഉറങ്ങാനോ അവർക്ക് പഠിക്കാനോ കഴിയാത്ത രീതിയിൽ വലിയ മാനസിക സംഘർഷം ഇവിടുത്തെ കുട്ടികൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിന് നേരെ താഴെയാണ് ഇവിടെ ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സബ് സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, മദ്രസയും പള്ളിയും LP സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ഇതിൻ്റെ നേരെ താഴെയാണ്. വലിയൊരു സ്ലൈഡിങ് ഏത് നിമിഷവും കൂടെ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അനിയന്ത്രിതമായി മുകൾ പ്രതലത്തിലുള്ള മണ്ണുകൾ മുഴുവൻ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുകയാണ്, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ. മഴ കനത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. ഏത് സമയം വലിയൊരു ദുരന്തം, കവളപ്പാറയിലെ പോലെ ചൂരൽമലയിലും മുണ്ടക്കയിലും പോലെ വലിയൊരു ദുരന്തം അനങ്ങനടി നേരിടാൻ പോവുകയാണ്. ഇത് ഒരു പ്രാദേശിക ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിരന്തരം ജനപ്രതിനിധികൾ എന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള അധികാരം ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കുണ്ട്, പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ എന്ന രീതിയിൽ നിരന്തരമായി ഭരണസമിതി യോഗത്തിൽ ഞങ്ങളിത് ആവശ്യപ്പെടുമ്പോഴും ആ ബോർഡ് തീരുമാനം ഞങ്ങൾ ജിയോളജി വകുപ്പിന് അയച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കലക്ടർക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു അനങ്ങാപ്പാറ നയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും സ്വീകരിക്കുന്നത്. ഇത് പ്രതിഷേധമാണ്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ അടക്കം ക്വാറി പ്രവർത്തിച്ചുവെന്നും ആരോപണമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകി ക്വാറിക്കെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികളുടെ സംയുക്ത സമിതി. ഈ ക്വാറി തന്നെ കുറച്ച് അപ്പുറത്തെ സൈഡിൽ 2018 ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷം ഉരുൾപൊട്ടലുണ്ടാവുന്ന ഭീതിയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലമാണിത്. ഇപ്പം ഞങ്ങളിപ്പോൾ പഞ്ചായത്തിൽ ഒന്നുകിൽ ഞങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരു ക്യാമ്പിലേക്കെങ്കിലും മാറ്റാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയും ഒരു രീതിയിലാണ് ഈ സാഹചര്യം കടന്നു പോകുന്നത്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ക്യാമ്പൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഗ്രാൻഡ് ടെക് ക്വാറി ഇവിടെ തുടങ്ങിയതിന് ശേഷം ഈ പ്രദേശവാസികൾ ആകെ ഭീതിയിലാണുള്ളത്. പല ആളുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കോളുകൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഈ വിവരം പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഒക്കെ അറിയിച്ചു. ഈ ജനങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ മെയിനായിട്ട് ഞങ്ങൾക്ക് ക്വാറി നിന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ മഴക്കാലം കഴിയുമെങ്കിലും വരെങ്കിലും നിർത്തി വെക്കാൻ, ഞാൻ അത് നിന്നില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായി ഈ ആളുകളെയൊക്കെ ഒരു ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് നിർഭാഗ്യവശാൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ പറയുന്നത് കലക്ടർ ഓർഡർ വേണം ക്യാമ്പ് നടത്താൻ. അതിന് സമാനമായൊരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ ഇല്ല എന്നും അതുകൊണ്ട് ഇപ്പം മാറ്റി താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ചോദിക്കും, ഈ ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അത് മാറ്റി താമസിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. അതുപോലെ താഴെ പ്രദേശത്ത് ഒരുപാട് വീടുകളാണ്, അതിൽ സങ്കേതം കോളനികൾ താഴത്തുണ്ട്. അവരുടെയൊക്കെ അവിടെയുള്ള കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റാതെ, ഈ കുട്ടികളൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഈ കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആനുകൂല്യം കിട്ടില്ല. നമ്മൾ എവിടെ പരാതി കൊടുത്തോ തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സ്ഫോടനം നടക്കുന്നതിൻ്റെ ഇരട്ടി ശബ്ദത്തിലാണ് സ്ഫോടനം. അപ്പോൾ അവർ ഒരു ഉദ്യോഗസ്ഥന്മാർ ആരും ഒരു വില വെക്കുന്നില്ല. അപ്പോൾ ഇന്നലെ റെഡ് സോണിൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഈ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ജിയോളജി വകുപ്പിനെ വിളിച്ചപ്പോൾ ജിയോളജി വകുപ്പ് പറയുന്നത് ഞാൻ ഒരു നിർദ്ദേശം കൊടുത്തു. 4-5 വട്ടം നിർദ്ദേശം കൊടുക്കുകയാണ്, ഒരു നടപടിയും അവരെടുക്കുന്നില്ല. മാത്രമല്ല പഞ്ചായത്തിൻ്റെ ജലനിധിയുടെ 5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് ഇതിൻ്റെ പരിസരത്ത് വന്നത്. ഇതൊന്നും ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടിലോ കാര്യങ്ങളിലോ ഒന്നും വരുന്നില്ല. ഇതിൽ
ഉരുൾപൊട്ടിയ ഈ ഭാഗത്ത് ഇവിടെ കോറിക്കുള്ള അനുമതി കൊടുത്തത് ആരാണെന്നുള്ള അന്വേഷണം കൂടിയും ഇതിൻ്റെ ഒപ്പം നടത്തേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയതല്ലാതെ മറ്റൊരു നടപടികൾക്കും അനങ്ങനടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന വലിയ ആക്ഷേപവും പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ടെക് എന്ന കോറി, ആ കോറി വിഷയത്തിൽ അന്നു മുതൽക്ക് ഇവിടുത്തെ പ്രദേശവാസികളും സമീപ വാർഡുകളിലുള്ള ആളുകളെല്ലാം പരാതിയും പ്രതിസന്ധിയും പഞ്ചായത്തിനെ നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. അന്നെല്ലാം പഞ്ചായത്ത് അതിനെതിരെ നമുക്ക് കോടതിയിൽ പോകാം എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. പക്ഷേ വല്ലാണ്ട് ജനരോഷം കടുത്തപ്പോൾ പഞ്ചായത്ത് അന്ന് 2024 ഫെബ്രുവരി മാസത്തിൽ ഈ കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ആ സ്റ്റോപ്പ് മെമ്മോ ഈ കോറിക്കാർ പോയിക്കൊണ്ട് ട്രൈബ്യൂണലിൽ നിന്നും അത് സ്റ്റേ മേടിച്ചു. എന്നാൽ ആ സ്റ്റേ മേടിച്ചതിന് ശേഷം പഞ്ചായത്ത് ഭരിക്കുന്നവരോ പഞ്ചായത്ത് സെക്രട്ടറിയോ അതിനെതിരെ യാതൊരു നീക്കവും നടത്തിയില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള മെമ്പർമാരും ജനങ്ങളും ചെന്ന് പരാതി പറയുന്ന സമയത്ത് അത് കോടതിയിൽ വ്യവഹാരം നടക്കുകയാണ് എന്നാണ് പറഞ്ഞ് ഒഴിവായിരുന്നത്. ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് വിവരാവകാശ പ്രകാരമെല്ലാം എടുത്തപ്പോൾ പഞ്ചായത്ത് അതിനുശേഷം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നറിഞ്ഞതോടുകൂടെ പഞ്ചായത്ത് സെക്രട്ടറി ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സെക്രട്ടറി ആണല്ലോ, ആ സെക്രട്ടറി പഞ്ചായത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആയതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം റെഡ് സോണിൽ കലക്ടർ പ്രഖ്യാപിച്ച ദിവസം പോലും ഇവർ സ്ഫോടനം നടത്തിക്കൊണ്ട് വലിയ ടോറസ് പോലത്തെ വാഹനങ്ങളാണ് ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. അതിനെതിരെ ശക്തമായ പോരാട്ടം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രദേശത്തിൻ്റെയും ഈ വാർഡിൻ്റെയും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒരു സൂചനാപരമായിട്ട് ഇത് പഞ്ചായത്തിനെയും ഈ കോറിക്കാരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ജനരോഷം കണ്ടില്ലെന്ന് നടിക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.